നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിക്കെതിരെ പെൺകുട്ടിയുടെ മാതാവ്. ഹോസ്റ്റൽ വാർഡൻ മോശമായി പെരുമാറിയിരുന്നു. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ മകൾ മുൻപും പറഞ്ഞിട്ടുണ്ടെന്ന് മാതാവ് 24-നോട് പ്രതികരിച്ചു. ബാലും പണ്ട് നേരത്തെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അവര് നല്ലോണം പേടിപ്പിച്ചെന്നാ പറഞ്ഞു ഞാൻ അറിഞ്ഞത്. കൊച്ചിനെ ഞാൻ നല്ലൊരു കൂട്ടുകാരിയല്ല കുഞ്ഞിയുടെ. എല്ലാവരോടും ചോദിച്ചറിയാം. എന്റെ എന്നോട് എന്ത് വിഷമം പറഞ്ഞാലും ഞാൻ പറയും എന്റെ മോള് വിഷമിക്കണ്ട, കുറച്ചുനാളും കൂടി പിടിച്ചു നിന്നാൽ മതി. എന്ത് വന്നാലും ഞാൻ പറഞ്ഞു ഈ തോറ്റെന്ന് പറഞ്ഞു തോക്കുവാണെങ്കിൽ തോറ്റോട്ടെ, നമുക്ക് എടുത്ത് നിന്നെ എഴുതിച്ചത് പിടിച്ച് കേട്ടാ എന്റെ മോള് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഹോസ്റ്റൽ വാർഡനെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെ ഇപ്പോൾ? വിജയകുമാർ, പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. കുട്ടിക്ക് ഇന്ന് രാവിലെ മുതൽ കടുത്ത പനിയുണ്ട്, മാത്രമല്ല ശ്വാസതടസ്സവും നേരിടുന്നുണ്ട്. കുട്ടി നിലവിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് എന്നാണ് കുട്ടിയുടെ മാതാവ് നൽകുന്ന വിവരം. ആശുപത്രി വൃത്തങ്ങളും അക്കാര്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ നിൽക്കുന്ന കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലാണ്. ഇപ്പോൾ പോലീസിൻ്റെ സുരക്ഷയൊക്കെ ഇവിടെയുണ്ട്. നേരത്തെ SFIയുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു, ഹോസ്റ്റൽ വാർഡിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുക. ഈ ആശുപത്രിയിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, അതായത് ഈ ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അത് അതീവ ഗുരുതരമായി തന്നെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതിനെ പരിഹാരമുണ്ടാക്കുക. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം ഉണ്ടായിട്ടും പോലീസ് ഇതുവരെയും FIR ഇടാൻ തയ്യാറായിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടായിരുന്നു SFIയുടെ മാർച്ച് ഉണ്ടായത്. ആ SFIയുടെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ ഇതിനകത്തേക്ക്, ആശുപത്രിക്കകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. പ്രവർത്തകരും പോലീസ് തമ്മിൽ ഏറ്റുമുട്ടി. നിലവിൽ സംഘർഷത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ചീമേനി സ്റ്റേഷനിലെ SI സുരേഷ്, ഹോസ്ദുർഗ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിനീഷ്, നീലേശ്വരം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പോലീസുകാർക്ക് കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെല്ലാവരും മൻസൂർ ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. പരിക്കേറ്റ SFI പ്രവർത്തകർ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി അവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ സംഘർഷ സാധ്യത ഇല്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ KSU പ്രവർത്തകർ ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം വിദ്യാർത്ഥികളുമായി, ഇവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ഇന്നിപ്പോൾ 3 മണിക്ക് കാഞ്ഞങ്ങാട് DYSPയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പോലീസിനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം കാഞ്ഞങ്ങാട് DYSP ഇന്നിപ്പോൾ അറിയിച്ചത് ഈ ആശുപത്രിക്കുള്ളിൽ വിചിത്രമായ രീതികളും വിചിത്രമായ നടപടികളും നടക്കുന്നുണ്ടെന്ന് പോലീസിനും മനസ്സിലായിട്ടുണ്ട്. രേഖാമൂലമുള്ള പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായുള്ള ഒരു അന്വേഷണം നടത്തും. ഈ ആശുപത്രിക്കകത്ത്, ഹോസ്റ്റലിനകത്ത് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ഗൗരവമായി തന്നെ പോലീസും എടുക്കുന്നുണ്ട്. എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് പോലീസും ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതിഷേധം ശക്തമാവുകയാണ് വിജയകുമാർ. ഹോസ്റ്റൽ വാർഡനെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ആവശ്യം. അവിടെ SFIയുടെ മാർച്ച് നടന്നു, KSUവിൻ്റെ മാർച്ച് വരാനിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അവിടെ പോലീസിൻ്റെ ചില നടപടികളൊക്കെ ഉണ്ടാകും. പോലീസിനും ഈ പരാതിയിൽ, കുട്ടികൾ ഉന്നയിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നാണ് പോലീസിൻ്റെയും ഒരു പ്രാഥമിക വിലയിരുത്തൽ. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.